ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉഷ ജനോമി അല്ലോർ DLX മെഷീൻ വെച്ചിട്ട് നമുക്ക് ബട്ടൺ ഹോളും എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബട്ടൺ ഹോൾ ഫൂട്ടാണ്. അപ്പോൾ ഈ ഒരു മെഷീനും ഈ ഒരു ഫൂട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ബട്ടൺസൊക്കെ ഷർട്ടിലും പെന്നിലും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കത്തില്ല, അത് നമ്മൾ കൈത്തയ്യലായിരിക്കും തയ്ക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിലും വളരെ നീറ്റായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫൂട്ട് എനിക്ക് മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യം ഈ മെഷീൻ്റെ യഥാർത്ഥ നോർമൽ ഫൂട്ടുണ്ടല്ലോ, അത് ഞാൻ ഇതിൽ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പകരം നമുക്ക് ഈ ഒരു ഫൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മെഷീൻ്റെ ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇതുപോലെ ആ ക്ലിപ്പിലേക്കൊന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫൂട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്കതിനകത്ത് വീണ് കിട്ടും. ഈ ഫൂട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇനി ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബട്ടൺസ് ഇച്ചിരി വലുതാണ്, വലിയ ബട്ടൺസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കോട്ടിലൊക്കെ വെക്കുന്ന ബട്ടൺസ് ഇല്ലേ, ആ ഒരു ബട്ടൺസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തുണിയിലേക്ക് ബട്ടൺ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തും ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്തും ഒരു പേനയോ അല്ലെങ്കിൽ ചോക്കോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബട്ടൺ ഉള്ളിലേക്ക് കിടത്തി വിടണമല്ലോ, ആ ഒരു ബട്ടൺ ഹോളിലേക്ക്. അപ്പോൾ അവിടുത്തെ ആ ഒരു നീളം അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു മാർക്കിങ് വെച്ചിട്ടാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ബട്ടൺ ഹോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ ഒരുപാട് വട്ടം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെലക്ടർ ഇവിടെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത് 0യ്ക്കും 1നും ഇടയിലുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ആക്കി കൊടുക്കുക. ഇനി തുണി നമുക്ക് മെഷീനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. മെഷീനിൽ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ വേണം നമ്മൾ ഫൂട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്താനായിട്ട്. അതായത് ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ ഫൂട്ടിൻ്റെ, ആ ഒരു റെഡ് ആരോ മാർക്ക്, ആ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പേനയുടെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, അതേ ലെവലിന് വേണം കൊണ്ടുവന്ന് നിർത്താനായിട്ട്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ ഒരു സൈഡിലെ ലൈനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ മെല്ലെ സാവധാനത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സെലക്ടർ മാറ്റി കൊടുക്കണം. സെലക്ടറിൽ 2നും 4നും ഇടയിലുള്ള 2, 4 എന്ന് പറഞ്ഞ ആ ഒരു സെലക്ടർ ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ സെലക്ടർ 3ലേക്ക് മാറ്റി കൊടുക്കുക. എപ്പോൾ നമ്മൾ സെലക്ടർ മാറ്റിയാലും സൂചി ഇതുപോലെ പൊക്കി നിർത്തിയിട്ട് വേണം സെലക്ടർ മാറ്റാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ സൂചി കുത്തി നിർത്തിയിരിക്കുന്ന സമയത്താണ് സെലക്ടർ മാറ്റുന്നുണ്ടെങ്കിൽ സൂചി പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സെലക്ടർ 3ലിട്ടിട്ട് ഇതുപോലെ ബാക്കിലേക്ക് റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് അന്നേരം സ്റ്റിച്ചിങ് വരുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സൂചി പൊക്കി നിർത്തുക. എന്നിട്ട് നമ്മൾ വീണ്ടും സെലക്ടർ ആ ഒരു 2 to 4ലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒരു ബോക്സ് പോലെ, അതായത് നമ്മുടെ ബട്ടണിൻ്റെ ഹോൾ നമ്മളൊരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു തയ്യലിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു സീം കട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യലിലൊന്നും ബ്ലേഡ് കൊള്ളാതെ കറക്റ്റ് ആ ഒരു 2 വരകൾക്കിടയിലൂടെ നിങ്ങളൊന്ന് വരച്ചു കൊടുത്താലും മതി, ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നമ്മൾ ബട്ടൺ നല്ല ഈസി ആയിട്ട് തന്നെ ആ ഒരു ഹോളിൽ കൂടെ കടത്തി വിടാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ എങ്ങനെയാണ് ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ബട്ടൺ ഇതുപോലെ തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതേപോലെ നമ്മൾ ആ ഒരു ഫൂട്ടിൻ്റെ അടുത്തേക്ക്, ആ ഒരു ഫൂട്ടിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമ്മൾ ബട്ടൺ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വെള്ള ഭാഗത്ത് ഈ ഫൂട്ടിൻ്റെ ആ ഒരു വെള്ള പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് നമ്മുടെ ബട്ടണിൻ്റെ ആ ഹോളിൻ്റെ പോയിൻറ്റുകളും ഒരേപോലെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ സെലക്ടർ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സെലക്ടർ ഞാനിപ്പോൾ 2നും 4നും ഇടയ്ക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് വലിയ ബട്ടൺ ആയതുകൊണ്ടാണ് 2നും 4നും ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പതിയെ ഇതുപോലെ സൂചി നമുക്ക് ആ ഒരു ഹോളിലേക്ക് തന്നെയാണോ കറക്റ്റ് കുത്തി വരുന്നതെന്നുള്ളത് ബട്ടണിലെ ആദ്യത്തെ ആ ഒരു 2 ഹോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സെലക്ടർ ബിയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഒരു ഹോൾ സ്റ്റിച്ച് ചെയ്തല്ലോ, അപ്പം നമുക്ക് അടുത്ത ഹോളിലോട്ട് ഇതുപോലെ തയ്ച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ലോക്ക് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിയിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫൂട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് നമ്മുടെ അടുത്ത
രണ്ട് ഹോളുകളുണ്ടല്ലോ ബട്ടൺസിൻ്റെ, ആ ഒരു പോയിന്റിലേക്ക് ഫൂട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും സെലക്ടർ നമ്മൾ 2 to 4 എന്നുള്ള ആ ഒരു സെലക്ടർ ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ആ ഒരു 2 ഹോൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഈ ഒരു 2 ഹോളുകളും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴും മനസ്സിലാവും. അപ്പോൾ ആദ്യം കണ്ടിട്ട് മനസ്സിലാവാത്തവർ വീണ്ടും ഒന്നുകൂടി കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ നമ്മളിവിടെ ബട്ടൺ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ എക്സ്ട്രാ കിടക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ബട്ടൺസ് ഇവിടെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.